അപ്പൊ നമുക്കേ ഇന്ന് ചെറിയൊരു പണിയിലാണ് കേട്ടോ. നമുക്ക് ഓണക്കോടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് ഓണക്കോടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ. അപ്പൊ നമ്മളെ സന്തോഷത്തിന് നമ്മൾ കുറച്ച് ആൾക്കാരോട് കൊടുക്കാന്ന് കരുതി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു പണിയിലാണ്. എന്നാലും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നും ഡെയിലി എന്തെങ്കിലും വീഡിയോ ഇടണേന്ന് പറയലുണ്ട്. പക്ഷെ നമ്മളത് പാലിക്കുന്നൊക്കെ വാക്കും കൊടുക്കും, എന്നിട്ട് ചെയ്യൂല. അപ്പൊ അത്രയ്ക്കുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് വീഡിയോ എടുക്കുക. എങ്ങനെയായാലും കുറച്ച് സമയം ഇതുമ്പോ പോകും. വാട്സപ്പിൽ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ഇന്നലെ അല്ലേ ചേച്ചിമാരൊക്കെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഇതായിട്ട് വന്നോടെ നമുക്ക് നിങ്ങൾ വിശേഷം അറിയാൻ കാത്തിക്കല്ലേ നല്ലതുണ്ട്. അതെ അതെ. അപ്പൊ ഈ കാലുവേദന സംഭവം കാലുവേദന നല്ല വേദന ഉണ്ട്. അപ്പൊ അതൊക്കെ ആകുമ്പോ തന്നെ മനസ്സിന് എന്തൊക്കെയോ ഒരു വിഷമമുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഓർക്കുമ്പോ അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മള് MRI ചെയ്തിട്ടില്ല, കാര്യം അത് ചെയ്താലേ അറിയുള്ളൂ. പക്ഷെ ഞാൻ ആ ഡോക്ടർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പൊ അതൊക്കെ ഓർത്തിട്ടാണ് ഇന്നലെ നമ്മള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്നാൽ ചില സമയത്ത് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞുപാക്ക് പോട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും നമ്മളെ ഓണാശംസകൾ. ഇന്നിപ്പോ നമ്മളെ ഉത്രാടത്തിന്റെ തലേന്നായി, നാളെ ഒന്നാം ഓണം മറ്റന്നാൾ തുടങ്ങുകയാണ്. നബിദിനാണ് ഉത്രാടത്തിന്റെ അന്ന്. അപ്പൊ 2 ആഘോഷങ്ങളാണ് വീഡിയോയിൽ പകർത്താൻ പറ്റുന്നൊക്കെ നമ്മൾ കാണിച്ചു തരട്ടെ. എങ്ങനെയൊക്കെ സാഹചര്യം സിറ്റുവേഷൻ അറിയില്ലല്ലോ, വീഡിയോയിൽ എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റുമോ വെച്ചാൽ അടുത്ത സാഹചര്യം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാണ്, എടുക്കാനുള്ളതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇത് നമ്മള് വീഡിയോയിൽ പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ച് നമുക്കൊരു റീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണ്ട. അപ്പൊ ഇതും കുറച്ച് കൊടുക്കണത് നമ്മൾ കാണിക്കണില്ല, പക്ഷെ ഒരു സെൽഫി കൊടുക്കണതിൽ ഒരു സന്തോഷമാണ് കാണിക്കുന്നത്. അപ്പൊ അത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ ഓരോ വീട്ടിൽ പോയിട്ട് ഇത് അത് ഞങ്ങൾ തന്നു അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വീഡിയോയിൽ നമുക്ക് വരാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് പക്ഷെ പറയട്ടെ, നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്, നമുക്ക് കിട്ടിയതാണ്. അപ്പൊ നമ്മളൊരു പോരി നമ്മൾ വേറെ ആർക്കും കൊടുക്കണം. വളരെ സന്തോഷമായിട്ട് അപ്പൊ ഇന്ന് അത് മാത്രല്ല നമ്മൾ കൊറിയറിന്റെ ചില ഇപ്പോഴും ഡ്രസ്സ് ഇന്നും കൂടിയൊക്കെ ചിലരൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട്. 2-3 ഓർഡർ ഇപ്പൊ 2 ഉണ്ട്. ഇനിയിപ്പോ ഈ ഒരു നൈറ്റിയും വേറെ സൺഡേ മൺഡേ നൈറ്റിന് 3 സ്റ്റോക്ക് കൂടി ഉണ്ട് പറഞ്ഞല്ലോ, അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വേഗം പാക്ക് ചെയ്തിരുന്ന ഞായറാഴ്ച നമുക്ക് അയക്കാൻ പറ്റില്ലല്ലോ. നാളെ അയക്കണം, വേഗം കൈ കിട്ടിയാൽ മതിയെന്നു. പിന്നെ പോസ്റ്റ് ഓഫീസിന്റെ കാര്യങ്ങൾ കൂടെ 2 ദിവസം കഴിഞ്ഞാൽ നമ്മളെ ലൈസൻസ് കാര്യമൊക്കെ റെഡി ആയിട്ടുണ്ട്. 1-2 പേപ്പേഴ്സും കൂടെ റെഡി ആവാണ്ട് അത് കഴിഞ്ഞ് നമ്മള് പോസ്റ്റ് ഓഫീസ് കൂടെ തന്നെ അയച്ചു തരും വീട്ടിൽ കേട്ടോ. ഇനി DTDC വഴി അയക്കണില്ല, നമ്മള് നേരിട്ട് വീട്ടിലേക്ക് എത്താനുള്ള സജ്ജീകരണം നേരം വൈകി. എന്താ പറയുക, നമ്മള് അത്രയും ആൾക്കാർക്ക് വാക്ക് കൊടുത്തിട്ട് വാക്ക് പറഞ്ഞാൽ എന്താ പറയുക, എത്ര ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ 3 ദിവസം ആ ദിവസം അവിടെ എത്തും, അതിൽ സംശയമല്ല. അത് പിന്നെ ഒരാഴ്ചയായപ്പോ വിളി വന്നു തുടങ്ങി. ഈ കണ്ട ആൾക്കാരോട് മുഴുവനും നമ്മള് പറയാണ് വരൂട്ടോ, അല്ലാതെ എന്താ പറയാ, നമുക്ക് കറക്റ്റ് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, നമ്മളതിൽ ഉത്തരവാദിയല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് DTDC വഴി അയക്കുന്നത്. നമ്മൾ ഓരോരുത്തർ കൊടുത്തിട്ടും പിറ്റേന്നോ ഒക്കെയാണ് ഓരോത് അയക്കണത്, സ്പോട്ടിൽ അയക്കണില്ല, പിറ്റേന്നൊക്കെയാണ് അയക്കണത്. അപ്പൊ നമ്മള് പറഞ്ഞ ഡേറ്റ് ഒക്കെ തെറ്റാണ്. പിന്നെ നമ്മള് ഡ്രസ്സ് എന്താ വെച്ചാൽ നമ്മള് വീഡിയോയിൽ കൂടെ പറയാത്തത്, വീഡിയോയിൽ കൂടെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നാൽ എല്ലാവർക്കും നമുക്ക് എത്തിക്കാൻ കഴിയില്ല. വെറുതെ 5-10 കൊടുത്തിട്ട് കാര്യമില്ല, ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. എല്ലാവർക്കും കൂടി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ടൈമിൽ നമ്മൾ കൊടുക്കും. ഇപ്പൊ കഴിയില്ല, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പറയാനത്. എന്നാലും കുറച്ചൊക്കെ ഉണ്ടല്ലേ. സമാധാനമായിട്ട് പാൻ്റായിട്ടത് ഇപ്പൊ ചുരിദാർ ഇടുമ്പോഴല്ലേ ഇത് രസം. ഓണക്കോടി എത്ര വട്ടം നമ്മൾ എടുത്തു നോക്കൂലേ, ഓരോ ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അത് ഇടണ വരെ ഇത് പാൻ്റാണ്. അപ്പൊ ഞാൻ തയ്ക്കാൻ വേണ്ടിട്ട് ഇവിടെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ. ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് തന്നാലുള്ളൂ, ശരിക്ക് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അളിയന് അങ്ങനത്തെ അച്ഛമ്മ അതൊക്കെ എടുത്തിട്ടുള്ളൂ. എന്തോ ഒരു പേര് പറഞ്ഞു.
പിന്നെ കുറെ നേരം ഈ കാലം വെച്ചിട്ട് അന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാ ഇത് വെച്ചിട്ട് അവിടെ ഒന്ന് തിരയാനാവില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടുണ്ട്. അപ്പൂസിന്റെ ഷർട്ട് ഞാൻ തന്നെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട്. ടീഷർട്ട് എന്റെ മെഷീൻ സ്റ്റിച്ച് പിടിക്കൂല, അത് പുറത്ത് കൊടുക്കണം. അത് കുറച്ചധികം ഇങ്ങനെ ഇറക്കം നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞു ഇറക്കം കുറയ്ക്കണമെന്ന്. അപ്പൊ ഇത് പാക്ക് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വർഷം നമുക്ക് ഇതിലും കൂടുതൽ കൊടുക്കാൻ കഴിയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഒരു 10-15 അല്ലേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓണത്തിനുള്ളത് പച്ചക്കറി എത്തിയിട്ടുണ്ട്. ഇത് മാത്രല്ല കേട്ടോ, ഇത് മാത്രല്ലേ നമ്മളെ ചങ്ക് സന്തോഷന്റെ ഫ്രണ്ട് നമ്മളെ ഓണത്തിനും നമ്മളെന്ത് പരിപാടിക്കും നമ്മളിപ്പോ കാണില്ലേ ആള് തന്നതാണ്. ആളിപ്പോ പച്ചക്കറി തുടങ്ങിയതാണ്. കക്കരിയൊക്കെ ഉണ്ട്. അപ്പൊ കക്കരിയൊക്കെ പിന്നെ ആദ്യം ഓരോന്നോരോന്ന് കൊണ്ടെത്തും നമ്മള്. എന്താ ചെരങ്ങ അതെടുത്തു പോതാ. അതിന്റെ കഷ്ണം ഞാൻ കൊണ്ടുവന്ന് അപ്പൊ തന്നെ മുറിച്ചിട്ട് പിന്നെ നമുക്ക് കിട്ടിയത് പറയണല്ലോ. തേങ്ങ ചെല്ലാൻ പറഞ്ഞു പോയോ? ഒന്ന് മറന്നു. വീട്ടിലൊന്ന് താത്താര് പറഞ്ഞിട്ടുണ്ട് തേങ്ങ കൊണ്ടുവരാൻ. എല്ലാ വർഷവും നമുക്ക് ഉള്ളതാണ്. ഓണത്തിന് പായസം വയ്ക്കാന് ഉള്ള തേങ്ങ നമുക്ക് അടുത്ത് വേറെ വീട്ടിലുണ്ട്. കഞ്ഞിവെള്ളം കൊണ്ടുവരുന്ന താത്ത. പിന്നെ സമയകാലമൊന്നുമില്ല. ആള് എപ്പോഴാണോ നോക്കി തേങ്ങ ഇല്ലാത്തതെന്ന് അപ്പോൾ ആള് കൊണ്ടു തരും. അല്ലെങ്കിൽ ഞാൻ ചാണകത്തിന് പോകുമ്പോഴേക്ക് ഞാൻ വെറുകയോടെ പോരില്ല. എനിക്ക് നാളികേരം കൊണ്ട് ഞാൻ ഇവിടെ വരുള്ളൂ. 1-2 നാളികേരം. അത് ഞാൻ പരമാവധി സൂക്ഷിച്ച് ചെറുതായി എടുത്ത് അങ്ങനെയാണ്. ഓണത്തിന്റെ ഉഷാറില്ലാത്ത നമുക്ക് ഇതാണ് മുന്നിലേക്ക് ഉഷാറിലാക്കാണ്. എന്താണ് പറയാത്തത്? മുണ്ട കൊടുത്തിക്കണേ. ഒരു മോഡലോ തോന്നുന്നില്ല. അപ്പൊ ഒന്നും വേണ്ട. എന്ത് ചോദിച്ചാ ഒന്നും വേണ്ട. പിന്നെ ഇപ്പൊ എന്താ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൂസേ ഇത് കണ്ടോ? എന്റെ ടൈം ഇഞ്ചി വലുതാൻ പറ്റും കൊടുക്കുന്ന ആൾക്കാർക്ക്. മനസ്സിലായില്ലേ? നബിദിനം മുടക്കാൻ പാടില്ല. പരിപാടികൾ കൊടുക്കണം. ആ ഉള്ള നമുക്ക് കൊടുക്കാൻ കഴിയുന്നുള്ള ചെറുതായി കൊടുക്കാൻ കഴിയുന്ന കൊടുക്കണം. നമ്മളടുത്ത് ചെറുതുള്ളതിൽ അതിന്റെ ഒരു ആർക്കെങ്കിലും കൊടുക്കണം. ചെറുതെന്നാണ് നമ്മുടെ അച്ഛമ്മ ചെറുതെന്ന് പറഞ്ഞാല് 10 രൂപയ്ക്കൊക്കെ മുട്ടായി വാങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. 5 രൂപയ്ക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. ഇവിടുത്തെ അച്ഛന് സന്തോഷന്റെ അച്ഛന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പായസം വരെ കൊടുക്കാൻ പറ്റി. അപ്പൊ ഈ പ്രാവശ്യം 5 രൂപയ്ക്ക് വരെ വാങ്ങി കൊടുത്ത് അത് 10 രൂപയ്ക്കാക്കി. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കൊടുത്ത് നമ്മൾക്ക് അതിനുള്ള അത് തരട്ടഞ്ഞു. അങ്ങനെ ഞങ്ങള് പിന്നെ കൊടുക്കണത് വിളിച്ചു അറിയല്ലോ കേട്ടോ. എല്ലാരും അതൊക്കെ നമ്മള് കാണിക്കുന്നുണ്ടല്ലോ. നമ്മള് ഈ ചെറിയ ഡ്രസ്സിന്റെ ഒക്കെ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്. വീഡിയോയിലൊക്കെ കാണിക്കണം ഞങ്ങൾ അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു. ചിലപ്പോ കാണിക്കാതെ പിന്നെ നമ്മളെ വീഡിയോ പറഞ്ഞാൽ പുറത്തുനിന്ന് ഇങ്ങനെ അതൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ. വീട്ടിന്റെ ഉള്ളത്തെ പരിപാടി മാത്രം മറ്റൊന്നും ഞങ്ങൾ ഉൾപ്പെടുത്തും. പക്ഷെ നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടായി. ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ വിശേഷങ്ങൾ പറയാം. ഓണ വിശേഷങ്ങള് ഞാനവിടെ നിർത്തലി ക്യാമറമാനാവുക. ആരുമില്ലല്ലോ. ചേച്ചിമാരൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പൊ ഒരാരും ഇല്ല. അമ്മ എന്ത് പോയി? അപ്പൊ ഞങ്ങള് വിചാരിക്കും ഓണത്തിന് പിന്നെ ചേച്ചിമാരും അറിയാം അമ്മയ്ക്ക് ഇപ്പൊ ഇങ്ങനെ അല്ലേ. അപ്പൊ ഞങ്ങളാരും വരില്ല. നിങ്ങൾ മാത്രം തിരുവോണത്തിന്റെ അന്ന് എല്ലാം ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കൊടുക്കാന് നിങ്ങൾ മാത്രം ഓണം കൂടിയാൽ മതി. ഞങ്ങൾ വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലായിടത്തും ഒന്ന് പോയിട്ട് വരേണ്ടി വരും. പ്രാവശ്യം അങ്ങനെയാവും. അമ്മ വരത്തേക്ക് എന്തൊരു ഉത്സാഹമില്ലാത്ത കണക്ക്. വിശേഷങ്ങൾ പറയാമ്മ. വിശേഷം പനി കുറഞ്ഞ ശ്വാസമുട്ടും ശ്വാസമുട്ടലും ചുമയാണ് പറയുക. ദിവസങ്ങളെ വീഡിയോ കണ്ടപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ തന്നെ വഹിച്ചാത്തോണ്ട് എന്നാലും നമുക്ക് ചെറുമട്ടത്തിലൊരു ഓണല്ലേ നമുക്ക് കഴിക്കാക്കാൻ പറ്റുമല്ലോ മാസല്ലേ. നമ്മളെ ആൾക്കാർ നമ്മള് വലിയ അമ്മേനെ എല്ലാരും ഒരു ആഗ്രഹമല്ലേ അത് കഴിക്കാതൊക്കെ പറ്റുമല്ലോ. വർഷത്തിലൊരു വരവല്ലേ ഉള്ളൂ. കൂടുതൽ ആൾക്കാരൊന്നും നമ്മള് ക്ഷണിക്കുന്നില്ല വിളിക്കുന്നില്ല. കാരണം 2 ആൾക്കാർ നമ്മളെ സ്ഥിരമായിട്ട് കൂടുന്ന വരുമ്പോ ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളൊരു കുടുംബത്തിന്റെ അംഗം പോലെ അല്ലേ. എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ട്. എല്ലാവരും ചെയ്യാതൊക്കെ പറ്റില്ല. പിന്നെ ഈ പ്രാവശ്യത്തെ ഞങ്ങൾ ഓണം വേറെ സ്ഥലത്താണ് അല്ലേ. ജീവിതത്തിൽ എവിടെ ആദ്യമായിട്ട് കൂടിയിട്ടില്ല. അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇത്രയും വർഷമായിരിക്കും പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും പറ്റിയിട്ടില്ല. ഒരാഗ്രഹമുണ്ട് അവിടുന്ന് ഒരു ഭക്ഷണം കഴിച്ച്. അപ്പൊ അവിടെ
സ്വന്തക്കാരാട്ടോ. സ്വന്താണ്, പക്ഷെ ഒരു നേരം അവിടെ നിൽക്കാൻ കൂടിയിട്ടില്ല, നിന്നിട്ടില്ല. അപ്പൊ നമ്മള് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം തന്നെ കൂടുന്നുണ്ട്. അപ്പൊ എന്നാലും കൂടുതൽ വിശേഷം നമുക്ക് ഇനി വരാൻ പോവല്ലേ, കുറെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വഴിയെങ്കിൽ വരാം കേട്ടോ. നമ്മൾ ആഗ്രഹിച്ചത് നമ്മളെ പുതിയ വീട്ടിൽ നിന്നേ ഉള്ള ഓണം ഉണ്ടാവുമെന്ന്. ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും പക്ഷെ അത് നടന്നില്ല, നടക്കൂല. ഇങ്ങനെ അതുകൊണ്ടാണ് അസുഖമാണെങ്കിൽ ഇച്ചിരി കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷെ ഇൻഫെക്ഷൻ വന്നുകൊണ്ട് കീമോ കാര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ അതുകൊണ്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ഇനി നാളെ കാണാം അല്ലെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. ആയിക്കോട്ടെ.